ഈ യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അത്തപ്പൂക്കള സമർപ്പണം നടത്തുന്നു. എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ നേരുന്നതോടൊപ്പം ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് നമ്മുടെ എല്ലാം പ്രിയങ്ങൾ, ഞങ്ങളുടെ എല്ലാം പ്രിയ ചെയർമാൻ ശ്രീ MK കണ്ണർ, മുൻ MLA, കേരള ബാങ്ക് വൈസ് ചെയർമാനായ ഈ സഹായക സൗഹൃദ കൂട്ടായ്മയുടെ ചെയർമാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
കുറച്ചും കൂടി ഉത്സാഹത്തിലാണ്. പൂക്കളം മാത്രമല്ല, കുമ്മാട്ടിയും അതുപോലുള്ള കുറേ പരിപാടികളുമായി കൂടുതൽ ജനപങ്കാളിത്തത്തിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ഇരുത്തുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹങ്ങളും സഹോദര ബന്ധങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ സൗഹാർദ്ദവും വിശേഷിച്ച് നാം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് നാം സ്മരിക്കപ്പെടുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇതുമായി സഹകരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും അഭിലാഷങ്ങളോടും ഇതിന്റെ സംഘാടക കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ബഹുമാനിയെ, നമ്മുടെ പ്രിയങ്കരനായ എം എൽ എക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ സംരംഭം ആരംഭിക്കാൻ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ധൈര്യമായിരുന്നു. ആ ധൈര്യം ഇന്ന് തൃശ്ശൂരിന്റെ MLA ആണ്. ബഹുമാനപ്പെട്ട MLA ഞങ്ങളിൽ ഒരുവന് സ്നേഹപൂർവ്വം ഈ ഓണ സന്ദേശം നൽകുന്നതിനും ഈ അത്തപ്പൂക്കളം ഇതിന് ആശംസകൾ നേരുന്നതിനും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും മാതൃകയായി അത്തത്തിൻ്റെ അന്ന് ഓണത്തിന് 10 ദിവസം മുമ്പ് ഈ തിരുനടയിൽ എല്ലാവർക്കും ആഹ്ലാദിക്കാനും കാണുന്നതിനും വേണ്ടി ദീപാവലിയുടെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന നമ്മളുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണത്തിന്റെ ആരംഭം ഇവിടെ നിന്ന് മുടങ്ങുകയാണ്. തൃശ്ശൂരിലെ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിയോടുകൂടി മാത്രമേ ഇനി ഓണാഘോഷം സമാപിക്കുകയുള്ളൂ. ഈ വർഷത്തെ ഓണം ഒരുക്കുന്നതിന് വേണ്ടി സർക്കാരും 2025 പൊന്നോണം എല്ലാവർക്കും സമൃദ്ധമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമുക്കറിയാം, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കൾ തന്നെ ഇവിടെ എത്തിച്ചേരും. അവരെല്ലാം ഓരോ പരിപാടികളിലായതുകൊണ്ടാണ് ഇപ്പോൾ എത്താൻ വൈകിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇവിടെ ഒരു പ്രതിനിധിയുണ്ട്, BJPയുടെ ശ്രീ സുരേന്ദ്രൻ ഐനികുന്നത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശോഭി ടി വർഗീസ്, മറ്റ് നല്ലവരായ തൃശ്ശൂർ നിവാസികളെ, ഓണപ്രേമികളെ, നിങ്ങൾക്കെല്ലാം നമസ്കാരം. നമുക്കറിയാം, തൃശ്ശൂർക്കാർ പണ്ട് മുതൽ തന്നെ ഓണം ഒരു ഗംഭീര ആഘോഷമായിട്ട് ആഘോഷിക്കുന്നവരാണ്. കാരണം നമുക്ക് ഒന്നോണം മുതൽ തന്നെ പരിപാടികളുണ്ടാവും. കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ടീച്ചറോടെ ഓണ സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്രയും പ്രിയനായ തെക്കേ ഗോപുരനടയിലെ സൗഹൃദ കൂട്ടായ്മയുടെ കൺവീനർ, ഈ അത്തപ്പൂക്കളം എല്ലാ ഓണപ്രേമികൾക്കുമായി സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ശോഭി ടി വർഗീസ്, പ്രിയപ്പെട്ട MLA ശ്രീ പി ബാലചന്ദ്രൻ അഭിനന്ദിക്കുകയും എല്ലാവർക്കും ഓണാശംസകൾ നേരുകയും ചെയ്യും. ശോഭി ടി വർഗീസ്, ഈ സൗഹൃദ കൂട്ടായ്മയുടെ കൺവീനർ, ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാത്തിനും അതീതമായി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ തെക്കേ ഗോപുരനടയിലും പരിസരങ്ങളിലുമൊക്കെ സായാഹ്നങ്ങളിൽ വന്ന് കൂട്ടായ്മയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ സംസാരിക്കുവാനുണ്ട്. ഇത്തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകൾ മുൻ പ്രാസംഗികരെ കൂടെ സൂചിപ്പിച്ച പോലെ ജാതിയും മതവും വർണ്ണ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് ഓണക്കാലത്ത് അതുപോലെ സാമൂഹ്യ ജീവിതത്തിലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുവാനും എല്ലാ ജീവിത നേട്ടങ്ങളും തങ്ങൾക്ക് മാത്രമുള്ളതല്ല, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ, വികസിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടുത്തുവാൻ ഈ ഓണക്കാലവും അത്തപ്പൂക്കളവും ഒക്കെ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശോഭി ടി വർഗീസിനെയും മറ്റ് സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും
കൃത്യമായ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. സ്മരിക്കുമായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം ഞങ്ങൾ വിലപ്പെട്ടതായി കാണുന്നു. അദ്ദേഹത്തെ ഓണ സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പോലീസിനേക്കും സഹായകരമായിട്ട് ഏതൊരു സംഭവം ഉണ്ടായാലും മിക്കവാറും ആളുകൾ രാത്രി വന്ന് ക്യാമ്പടിക്കാറുണ്ട്. ഈ പ്രോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ കൊടുക്കുന്ന അതേ സമയം തന്നെ ഇതിനാവശ്യമായ വീഡിയോകളും കുട്ടികളൊക്കെയായി കൂടുതൽ സൗഹൃദ കൂട്ടായ്മ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളെ ഈ യാത്രയ്ക്ക് ഇതിൽ നിന്ന് അറിയിക്കുകയാണ്. അടുത്ത ആശംസകളെല്ലാം കഴിഞ്ഞു. നമുക്കിനി അടുത്ത പരിപാടി കുമ്മാട്ടിയും വാദ്യമേളങ്ങളുമായി വാദ്യമേളങ്ങളുമായി ഘോഷയാത്ര എന്നോടുകൂടി കടന്ന് രാജാവിനെ ഓഫീസിന് മുമ്പിലൂടെ ഈ ഘോഷയാത്ര തിരിച്ച് ഈ മൈതാനിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓണം Thank you.